കൂട്ടുകാരെ, കയ്പില്ലാതൊരു പാവയ്ക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 ചെറിയ പാവയ്ക്ക, ഒരു സവാള, ഒരു പച്ചമുളക്, 2-3 ചുവന്നുള്ളി എല്ലാം അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കരിവേപ്പില, ചുവന്നുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റാം. ഇത് 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടാം. ഒരു 2 മിനിറ്റ് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക, കനം കുറച്ച് വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് അതിലേക്ക് ചേർക്കാം. അതൊരു ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പുളിവെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ച് വേവിച്ചെടുക്കണം. ഇത് 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത്, തേങ്ങ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, തേങ്ങാക്കൊത്ത് ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ചാറ് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ.